ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം, അതിൻ്റെ 14-15 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് ഈ പുസ്തകത്തിനകത്ത് ഒരു രേഖ നമ്മൾക്ക് കാണുവാൻ സാധ്യമല്ലെങ്കിലും ആദ്യ കാലഘട്ടത്തിലെ ദൈവസഭയുടെ സാക്ഷ്യം ഇത് എഴുതിയത് ജോൺ മാർക്ക് ആണ് എന്നതാണ്. പൗലോസിൻ്റെ കൂടെയും ബർണബാസിൻ്റെ കൂടെയും ഒക്കെ സഹയാത്രികനായ ജോൺ മാർക്ക്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിലാണ് ആ സഭ കൂടി പ്രാർത്ഥിച്ചത്. ആ ജോൺ മാർക്കാണ് ഇത് എഴുതിയത്. ആ വാദം 2-ാം നൂറ്റാണ്ടിലെ സഭയിലെ നേതൃത്വം ഐറേനിയസ്, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ എന്ന് ഇവരും സാക്ഷീകരിച്ചിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷമാണ് പ്രിയരെ ആദ്യം എഴുതിയ സുവിശേഷവും ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ട്രാൻസ്ലേറ്റഡ് ആയ പുസ്തകം. ഇത് റോമിലുള്ള ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന വിശുദ്ധന്മാർക്ക് എഴുതിയതാണ്. യോഹന്നാന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, ഇങ്ങനെ 4 സുവിശേഷങ്ങളാണ്. മാർക്കിന് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? പൊതുവെ വേദപണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് ജോൺ മാർക്കിന് പല കർത്തൃഭൃത്യന്മാരുമായി നേരിട്ട് കൂട്ടായ്മ ഉണ്ടായിരുന്നു. പത്രോസുമായിട്ടുണ്ടായിരുന്നു, പൗലോസുമായിട്ടുണ്ടായിരുന്നു, ബർണബാസുമായിട്ടും ഉണ്ടായിരുന്നു. പൊതുവെ കരുതപ്പെടുന്നത് പത്രോസിന്റെ പ്രഭാഷണങ്ങളും പഠിപ്പിക്കലുകളും പത്രോസുമായിട്ടുള്ള ഇന്ററാക്ഷനുകളിൽ നിന്നാണ് അദ്ദേഹത്തിന് ധാരാളം കാര്യങ്ങൾ ക്രിസ്തു കേന്ദ്രിതമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മത്തായിയും ലൂക്കോസും മർക്കോസിന്റെ സുവിശേഷത്തിലെ പല കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതുമാണ് ബൈബിൾ സ്കോളേഴ്സിന്റെ ചിന്ത. പ്രത്യേകിച്ച് ലൂക്കോസ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ തുടങ്ങുമ്പോൾ അതിൻ്റെ 4-ാമത്തെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ധാരാളമായിട്ടുള്ള റിസർച്ചുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന്. ആമുഖമായി ഞാനിത് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രോലോഗ്, ഇൻട്രഡക്ഷൻ എന്നുള്ളത്. അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ള വാക്യങ്ങളാണ്. അതിനുശേഷമാണ് 14-15 വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കം നമ്മൾ കാണുന്നത്. ഇപ്പൊ ഈ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വിശദീകരിച്ചല്ല, ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. കാരണം അതിൻ്റെ വെളിച്ചത്തിൽ വേണം ഈ 14-15 കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം നമ്മൾ മനസ്സിലാക്കാൻ. ആരംഭം മാത്രമല്ല,
കർത്താവിൻ്റെ ശുശ്രൂഷ മുഴുവനും നമ്മൾ മനസ്സിലാക്കാൻ. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നതും ലൂക്കോസ് 3:21 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നുവെന്നാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ മേൽ ദേഹരൂപത്തിൽ ഇറങ്ങിയെന്നാണ് നമ്മൾ കാണുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ സ്വർഗം തുറന്നു എന്ന വാക്ക് മർക്കോസ് എഴുതുന്നത് ആകാശം പിളരുന്നതും എന്നാണ്. The heavens were torn open. അത് സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ശരിക്കും യെശയ്യാ പ്രവചനം 64:1 വായിക്കുമ്പോൾ യഹൂദന്മാരുടെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു. ഓ that you would rend the heavens and come down. സ്വർഗം കീറി മുറിച്ച് അവിടുന്ന് ഇറങ്ങി വരണമേ എന്നുള്ള പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് തന്നെ നമുക്കിത് കാണുവാൻ കഴിയും. അവരുടെ ആ പ്രാർത്ഥനയുടെ മറുപടിയായി, അവരുടെ ആ മെസ്സിയായുടെ പ്രതീക്ഷയുടെ മറുപടിയായി ദൈവത്തിൻ്റെ ഒരു വലിയ മറുപടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അങ്ങനെ കർത്താവ് അഭിഷക്തനായി. പരിശുദ്ധാത്മാവിനാലാണ് കർത്താവ് അവിടുത്തെ ഹ്യൂമാനിറ്റി എടുക്കുന്നത്. കർത്താവിൻ്റെ മനുഷ്യത്വം കന്യകമറിയത്തിൽ ആത്മാവിനാലാണ് സംഭവിക്കുന്നത്. എന്നാൽ പൊതു ശുശ്രൂഷയ്ക്ക് അവിടുന്ന് പ്രാർത്ഥിച്ചു, അവിടുത്തെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് 12-13 വാക്യങ്ങളിൽ ആത്മാവ് 40 ദിവസം മരുഭൂമിയിൽ അവിടുന്ന് പരീക്ഷിക്കപ്പെടുവാനായി നടത്തി. അവിടെയൊക്കെ മർക്കോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ശക്തമായ വാക്കുകളാണ്. ദ സ്പിരിറ്റ് ഡ്രോവ് ഹിം എന്നൊക്കെയുള്ള വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവ് കർത്താവിനെ എടുത്തെറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയത്തക്കവണ്ണമുള്ള വാക്കാണ്. ആത്മാവ് എടുത്തോണ്ട് പോയി എന്നൊക്കെ നമ്മൾ പറയാൻ സാധിക്കുന്ന വാക്കുകളാണ്. ആ ടെംപ്റ്റേഷൻ കഴിഞ്ഞ് അവിടെ ജയാളിയായി കർത്താവ് 14-15 വാക്യങ്ങളിലാണ് ഈ പരസ്യ ശുശ്രൂഷയ്ക്കായി വരുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 13 വാക്യവും 14 വാക്യം തമ്മിൽ ഏകദേശം 1 വർഷത്തെയെങ്കിലും ഗ്യാപ്പുണ്ട്. ആ 1 വർഷം നടന്ന ശുശ്രൂഷ മർക്കോസ് സൈലന്റ് ആണ്. അത് യോഹന്നാൻ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദയിലുള്ള ശുശ്രൂഷയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഗലീലയിലേക്ക് കടന്നു വരുന്നത്. ഈ യഹൂദയിലുള്ള ശുശ്രൂഷ യോഹന്നാൻ വിശദീകരിക്കുന്നത് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകനുമായിട്ടുള്ള കർത്താവിൻ്റെ ഇന്ററാക്ഷൻ, 2-ാം അധ്യായത്തിൽ അത്ഭുതകരമായി വെള്ളത്തെ വീഞ്ഞാക്കുന്നു, 3-ാം അധ്യായത്തിൽ നിക്കോദിമോസുമായിട്ടുള്ള ഇന്ററാക്ഷൻ. ഇതൊക്കെ ഗലീലയിലേക്ക് വരുന്നതിന് മുമ്പ് യഹൂദിയയിൽ വെച്ച് നടന്ന സംഭവങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 14-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, എന്നാൽ യോഹന്നാൻ തടവിൽ ആയ ശേഷം. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ തിരിക്കണം. യോഹന്നാൻ തടവിലായ ശേഷമാണ് കർത്താവ് രംഗപ്രവേശനം ചെയ്യുന്നത്. ദൈവത്താൽ നിയോഗിതനായി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മപൂർണനായ ജോൺ ദ ബാപ്റ്റിസ്റ്റ് മശിയായ്ക്ക് മുന്നോടിയായി ദൈവം നിയോഗിച്ചയച്ചതാണ്. ശക്തമായ പ്രവചന ദൂതായിരുന്നു. ഇസ്രായേൽ മക്കളെ യഹൂദന്മാരോട് മാനസാന്തരത്തിന്റെ ദൂത് പറഞ്ഞ് അവരുടെ ഹൃദയങ്ങളെ മശിയായ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു മിനിസ്ട്രി ആയിരുന്നു ജോൺ ദ ബാപ്റ്റിസ്റ്റിന്. പക്ഷേ ഇവിടെ പറയുന്നത് അദ്ദേഹം തടവിലായി. അതിനുശേഷം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ 6-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ ഉണ്ട്. ശരിക്കും യോഹന്നാൻ തന്നെ
യോഹന്നാന്റെ സുവിശേഷത്തിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് തന്നെ പറയുന്ന വാക്കാണ്, ഞാൻ കുറയണം, അവിടുന്നാണ് വളരേണ്ടത്. ഇപ്പോൾ അങ്ങനെ ഒരു സന്ദർഭമാണ്. അവിടുന്ന് കുറഞ്ഞ് 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 ഈ സിനാരിയോയിൽ നിന്ന് എക്സിറ്റ് ആകാൻ പോവുകയാണ്. ആ സമയത്താണ് കർത്താവ് രംഗപ്രവേശനം ചെയ്യുന്നത്. ഞാൻ അല്പം അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു കാരണം കൊണ്ടാണ്. അത് ഞാൻ പറയാം. യോഹന്നാന്റെ അറസ്റ്റ് അത് എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നെ വിശദീകരിക്കാം. അത് കഴിഞ്ഞാണ് ജീസസിന്റെ പബ്ലിക് പ്രീച്ചിങ്ങും മിറക്കിൾ വർക്കിങ്ങും ഗലീലയിൽ തുടങ്ങുന്നത്. നേരത്തെ ജുഡിയയിൽ ഉണ്ട്, എന്നാൽ പബ്ലിക് മിനിസ്ട്രി ആയിട്ട് അതിശക്തമായി ഹൈലൈറ്റ് ആയി വരുന്നത് പിന്നീട് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ നടക്കുന്നത് ബാറ്റൺ കൈമാറുകയാണ്. ദൈവം ഒരാളെ അയച്ചു. അതെപ്പോഴാ? 400 വർഷത്തെ സൈലന്റ് പീരീഡ് കഴിഞ്ഞ് ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ പ്രവചന ശബ്ദം, അത് യേശുവിന് മുന്നോടിയായിട്ട് വരിക. ജീസസും ജോണും തമ്മിൽ കസിൻസ് ആണ്. ഇരുവർക്കും പരസ്പരം അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. ഒരു കാലഘട്ടം ഇന്റർലാപ്പ് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് കാണും. എന്നാലും ജോൺ രംഗത്തിൽ നിന്ന് മാറുമ്പോൾ ജീസസ് വരികയാണ്. ഒരു റിലേ റേസിൽ ആദ്യം ഓടുന്നയാള് അയാളുടെ ആ സ്പേസ് പൂർത്തീകരിച്ചു കഴിഞ്ഞ് അടുത്തോടാനായി നിയോഗിതനായിരിക്കുന്ന ആളിന് ബാറ്റൺ കയ്യിൽ നിന്ന് താഴെയിടാതെ കൈമാറുമ്പോൾ അയാൾ അതെടുത്തോണ്ട് പിന്നെയും ഉന്നത്തിലേക്ക് ഓടുന്നു. അടുത്തയാളിന് കൈമാറുന്നു, അടുത്തയാളിന് കൈമാറുന്നു. അങ്ങനെയാണ് ലക്ഷ്യസ്ഥാനത്തിലേക്ക് വരുന്നത്. ഇതുപോലെ ജോണിൽ നിന്ന് ജീസസ് ബാറ്റൺ കൈമാറുന്ന ഒരു രംഗമാണ്. ദൈവസഭയായിട്ട് നമ്മൾ ഇതറിയണം. ദൈവസഭയായിട്ട് നമ്മൾ ഇതറിയണം. ഇവിടുത്തെ പൊടി പിള്ളാരെ ഇന്നലെ ഞാൻ കണ്ടപ്പോൾ, ഞാൻ നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ചിലരോട് ഞാൻ അല്പസമയം അവരോട്ട് വേറിട്ടിരുന്ന് സംസാരിച്ച് ഞാൻ അവരോട് പറഞ്ഞു, മോനെ, പാസ്റ്റർ അപ്പച്ചനൊക്കെ പ്രായമായി, നിങ്ങൾ വേണം ചർച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അവരുടെ ഉള്ളത്തിൽ ഞാൻ ആ ചിന്ത ഇട്ട് കൊടുക്കുക. ഐ എം കാസ്റ്റിംഗ് എ തോട്ട് ഇൻ ടു ദം. ദിസ് ഇസ് ദ വേ ഗോഡ് ഡസ് തിങ്സ്. മോസസ് മാറിപ്പോയാൽ ദൈവത്തിന് ഒരു വിഷയവുമില്ല. മോസസിന്റെ കാലഘട്ടം കഴിയുമ്പോൾ ഓൾറെഡി ജോഷുവയെ ദൈവം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. മോശയുടെ കൈക്ക് വെള്ളമൊഴിക്കുന്ന ജോഷുവ ഈസ് റെഡി. അതിനുശേഷം ദൈവം ജോഷുവയുടെ ഇടപെടുകയാണ്. ജോഷുവയോട് പറയാണ്, ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. നോ വൺ ഈസ് ഇൻഡിസ്പെൻസിബിൾ. ആരെങ്കിലും ഇല്ലെങ്കിൽ ചർച്ച് കൊളാപ്സ് ആകുമെന്നുള്ള ചിന്ത വെറും മാനുഷികമാണ്. ദൈവത്തിന്റെ കാര്യപരിപാടിയാണ് ഞാൻ പറയുന്നത്. ജോണിന്റെ റോൾ പൂർത്തീകരിച്ചു. ബാറ്റൺ ജീസസിലേക്ക് കൈമാറി. ജീസസിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹി ഹാസ് ഓൾറെഡി വാർത്തെടുത്തു കഴിഞ്ഞു ശിഷ്യന്മാരെ. അവർ ഈ ബാറ്റൺ എടുത്തുകൊണ്ട് ലോകത്തിന്റെ അറ്റത്തേക്ക് പോയി. ദിസ് ഇസ് ദ വേ ഗോഡ് ഓപ്പറേറ്റ്സ്. ഏലിയാവിനെ പോലെ ഒരു ശുശ്രൂഷകൻ ഉണ്ടോ? അതിശക്തനായ ഒരു പ്രവാചകൻ. ഏലിയാവിനെ ദൈവം he took him to heaven. മരണം കാണാതെ തന്നെ എടുത്തോണ്ട് പോയി. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രൊജക്റ്റ് കഴിഞ്ഞില്ല. ഏലിയാവ് കഴിഞ്ഞാൽ എലീശ ഉണ്ട്. ഇത് ദൈവസഭ നന്നായി മനസ്സിലാക്കിയിരിക്കണം. And I will tell you, do not follow a man, follow Christ. കർത്താവ് ഓരോ സമയത്തും ഓരോരുത്തരെ അവിടുത്തെ നാമമഹിമയ്ക്ക് വേണ്ടി ആക്കും. അവരവരുടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട്
ദൈവം അവരെ അടുത്ത സ്ഥലത്തോ അല്ല മറ്റ് ദൈവത്തിന്റെ ഹിതപ്രകാരമോ നീക്കുമ്പോഴും സഭ will march forward. The church is unstoppable. ദൈവത്തിന്റെ പ്രൊജക്റ്റിനെ ഉലകത്തിലെ ഒരു ശക്തിക്കും തകിടം മറിക്കാൻ കഴിയത്തില്ല. ഈ ചർച്ചിനോട് ഞാൻ പറയാം, ഇത് ദൈവത്താൽ രൂപപ്പെട്ടു വന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, ക്രിസ്തുവിന്റെ ആത്മിക ശരീരമാണ്. ഈ ചർച്ചിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. Leaderships change, but God is unchanging, and He is on the throne, and He is in control. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ ദൈവം പിൻവലിക്കുന്നു അല്ലെങ്കിൽ മാറ്റുന്നു. യേശു രംഗത്തേക്ക് വരുന്നു. ടൈമായി ദൈവത്തിന് നേരിട്ട് ജനത്തോട് ദൈവത്തിന്റെ പുത്രനിലൂടെ സംസാരിക്കണം. So the time has come. Throughout the history of the church, leaderships change. When? At God's time. പക്ഷെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ it is my job ഇവിടുത്തെ യൗവനക്കാരിലേക്ക് വിഷൻ കാസ്റ്റ് ചെയ്യാൻ. ഞാൻ ഓൾറെഡി ദേ ആർ ഡൂയിങ് മച്ച് ഓഫ് ദ തിങ്സ്. നിങ്ങൾ പലരും ഇൻവോൾവ് ആകാത്തോണ്ടാണ് നിങ്ങൾ അറിയാത്തത്. അവര് ചാടി മുന്നേ വീഴുന്നു, അവരെ ഏൽപ്പിക്കുന്നു, അവരിലൂടെ കാര്യങ്ങൾ ചെയ്യട്ടെ. അവർ ട്രെയിൻഡ് ആകണം. ഇന്നലത്തെ മുഴുവൻ കാര്യങ്ങളും അവരാണ് ചെയ്തത്. ആഹാരം എത്രയോ പേർക്ക് വിളമ്പുന്നതും അത് ഓർഡർ ചെയ്തതും അതിൻ്റെ സാമ്പത്തിക കാര്യം ഇതല്ല. ഇന്ന് കണക്ക് കൊണ്ട് ട്രഷററായി കൊടുക്കും. Everything they have to do. മുണ്ടോട്ടക്കലെ കൺവെൻഷൻ അവര് നേതൃത്വം കൊടുക്കുന്നു. They must be trained. അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ സ്ലിപ്പിംഗ് ഒക്കെ വരും. Doesn't matter. പ്രായമുള്ള നമ്മൾ ഇനി പുറകിൽ നിന്ന് ഇത് സപ്പോർട്ട് ചെയ്യണം. There must be a change of the baton. That's the way. That is the way. ഇനി ആ ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ ചിന്ത 14 വാക്യം ഇനിയും പരസ്യമായിട്ട് വായിക്കാം. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് മതി. യോഹന്നാൻ തടവിലായ ശേഷം ബാറ്റൻ കൈമാറുക ഞാൻ പറഞ്ഞത്. രണ്ടാമത്, യോഹന്നാൻ എന്തുകൊണ്ട് തടവിൽ ആയി? ബിഗ് പിക്ചർ കാണുമ്പോൾ ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തെ വെട്ടിച്ചോ ദൈവത്തിന്റെ കാര്യപരിപാടികളിൽ നിന്ന് എന്തൊക്കെയോ വ്യതിചലിച്ചൊന്നും പോകുന്നില്ല. എല്ലാം ദൈവത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ്. പക്ഷെ ചോദ്യം ഇതാണ്, ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ why is John the Baptist being arrested? നിങ്ങൾ ചോദിക്കും, പാസ്റ്ററല്ലേ പറഞ്ഞ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മപൂർണനാണെന്ന്. യെസ്. പാസ്റ്ററല്ലേ ഇപ്പൊ പറഞ്ഞത് 400 വർഷത്തിന് ശേഷം പ്രവചന ശബ്ദമാണെന്ന്. യെസ്. പക്ഷേ ആ ജോണിനെ അറസ്റ്റ് ചെയ്തു. ഇതിവിടെ ഇരിക്കുന്ന എല്ലാ ശുശ്രൂഷകരും ദൈവസഭയിലെ എല്ലാ വിശ്വാസികളും ഇത് മനസ്സിലാക്കണം. ഇതിന്റെ കാരണം ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ പ്രസംഗം അൺകോംപ്രമൈസിംഗ് ആയിരുന്നു. ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അദ്ദേഹം വിരൽ ചൂണ്ടിയത് ഏറ്റവും അവസാനം അന്നത്തെ രാഷ്ട്രീയ നേതാവായിരിക്കുന്ന ഹെരോദ് ടെട്രാർക്കിന്റെ കല്യാണത്തെക്കുറിച്ചാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത്. ഈ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ സിസ്റ്റർ ഇൻ ലോയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ, ഈ ഹെരോദ് അന്തിപ്പാസ് ഹാഫ് ബ്രദർ ആയിരിക്കുന്ന ഫിലിപ്പിന്റെ ഭാര്യയായിട്ടെടുത്തു. സഹോദരന്റെ ഭാര്യയെ കല്യാണം കഴിച്ചു. പ്രവാചകൻ പറഞ്ഞു, റോങ്, യു ആർ കമ്മിറ്റിംഗ് അഡൾട്ടറി.
ഞാൻ ഓർത്തു, അങ്ങനെ പറയണമെങ്കിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ലൈഫ് എന്തായിരുന്നു? തിരിച്ച് ഒരു വിരല് ചൂണ്ടാൻ ഇല്ലാതെ നിൽക്കുന്നയാളാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ലോകത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനവും വേണ്ട, ഒരു മാനവും വേണ്ട. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. ഈ വലിയ മനുഷ്യൻ, ഇയാളെ സംബന്ധിച്ചോളം ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഇയാൾക്ക് യോഹന്നാന്റെ പ്രസംഗം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് പോയി ക്യാബറയും കാണും. വൃത്തികെട്ട ഡാൻസിനും പോവും. ജോൺ ദ ബാപ്റ്റിസ്റ്റ് സൂപ്പർ മെസ്സേജാന്ന് പറയും. ഇങ്ങനെ ഇരട്ടത്താപ്പ് പരിപാടിയാണ്. അയാൾ പാപം ചെയ്തപ്പോൾ he had the anointing to call that sin. ഇങ്ങനെ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ശുശ്രൂഷകനായതുകൊണ്ട് ഹെരോദാവിന്റെ ഭാര്യയും മകളും കൂടെ കക്ഷി ചേർന്ന് വളരെ തന്ത്രപരമായി ഈ പ്രസംഗിയെ ഒതുക്കി. പക്ഷേ ദൈവത്തിന്റെ മേൽനോട്ടമുണ്ട്. ദൈവത്തിന് അറിയാം, ദൈവം രക്ഷിച്ചില്ല. അതിന്റെ കാരണം ഇതാ, ഹിസ് റോൾ ഈസ് ഓവർ. അതല്ലാതെ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു ശുശ്രൂഷകനെയും തൊടാനൊക്കത്തില്ല. എന്തോ കൂട്ടം കൂടിയാലും ഇനി എന്നൊക്കെ ചെയ്താലും ദൈവം അനുവദിക്കാതെ ഒരൊറ്റ ശക്തിക്ക് ഒരു ദൈവത്താൽ നിയോഗിതനായ ശുശ്രൂഷകനെ തൊടാനൊക്കത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ റോള് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. He went as a martyr. Why? അതാണ് ശുശ്രൂഷ. ഒരു കോംപ്രമൈസും ഇല്ല. ഇതെന്നും ദൈവത്തിന്റെ ജനം ഓർത്തോണം. ഈ ചർച്ചിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം വരുമ്പോൾ അസ്വസ്ഥരാകുന്ന ആളുകളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, there will be no compromise. കാരണം ഈ പണി തന്നത് നിങ്ങളല്ല, അസംബ്ലീസ് ഓഫ് ഗോഡ് അല്ല. ഈ ചുമതല ദൈവമാണ് എന്നെ ഏൽപ്പിച്ചത് എന്നതുകൊണ്ട് എനിക്ക് ആരുടെയും മുഖം നോക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളുടെ പണത്തിന് വേണ്ടിയല്ല, ഞാൻ നിങ്ങളുടെ അപ്രിസിയേഷന് വേണ്ടിയല്ല. സ്തോത്രം. I have to do this without compromise. കാരണം ദൈവം ഏൽപ്പിച്ച ചുമതലയാണ്. അല്ലാതെ ഇത് 2 വർഷം 3 വർഷം കഴിഞ്ഞ് ട്രാൻസ്ഫർ വന്നതല്ല. എന്നിട്ട് 2 വർഷം കഴിഞ്ഞ് അങ്ങോട്ടിട്ടു, ഇനി ഇങ്ങോട്ടിട്ടു, പിന്നെ അങ്ങോട്ട് പോയി. What is all this? We have no compromise. അതുകൊണ്ട് എപ്പോഴും അസ്വസ്ഥതപ്പെടും. ഗുണപ്പെടാത്തവനും മാനസാന്തരപ്പെടാത്തവനും വന്നിരുന്ന് ഞെരിവിരി കൊള്ളും. എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അല്ലാതെന്താണ്? സ്തോത്രം. ഇവിടെ കുത്തിപ്രസംഗമേ ഉള്ളൂ. കുത്തിപ്രസംഗം വേണ്ട പാസ്റ്റേ. വേണ്ടെങ്കിൽ വചനം ക്ലോസ് ചെയ്ത് വെക്കണം. വചനം പ്രസംഗിച്ചാൽ കുത്തലുണ്ടാകും. കുത്തലുണ്ടായ എന്ത് ചെയ്യണം? അത്രേ ഉള്ളൂ. ഇവിടെ ഒരാൾ വന്ന് പറയുകയാണ്, ബെന്തിക്കോസിലെ പാസ്റ്റർമാരെല്ലാം കള്ളന്മാരാ. എനിക്കെന്തുവാ? പക്ഷെ കള്ളത്തരം വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അസ്വസ്ഥനാവും. അപ്പൊ എന്ത് ചെയ്യണം? പ്രസംഗിയെ കല്ല് വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ വിഷയത്തിൽ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ ഒരാൾ വന്ന് പ്രസംഗിക്കുകയാണ്, മദ്യപാനി സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. നിങ്ങൾ എന്തിനാ അസ്വസ്ഥപ്പെടുന്നേ? പക്ഷെ കള്ളുകുടിയനാണെങ്കിൽ അസ്വസ്ഥപ്പെടും. അതെന്താണ്? നിങ്ങൾക്ക് നേരെയാണ് ആ വാള് വരുന്നത്. മാനസാന്തരപ്പെടുക, കുടിക്കാൻ പോകരുത്. മനസ്സിലായോ? അല്ലാതെ ആരേലും എന്തേലും പറഞ്ഞാൽ ഉടനെ അതിൻ്റെ പിൻപിൽ സൈഡ് പിടിക്കാൻ പോകരുത്. തമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. So the pattern changes, and John the Baptist, because of his uncompromising message, was martyred. 14-ാം വാക്യം പിന്നെ നോക്കാം.
യേശു എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കുറച്ചുകൂടി ഇവിടെ നിൽക്ക്. യേശു ഗലീലയിൽ ചെന്നു. ഗലീല എന്ന് പറയുന്നത്, ഈ നിങ്ങൾ ആ മാപ്പൊക്കെ നിങ്ങളുടെ ബൈബിളിൻ്റെ പുറകിൽ നോക്കിയാൽ വടക്ക്, പാലസ്റ്റൈന് വടക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഗാലിലി. എന്താണ് യേശു ഈ ഗലീലയിൽ പോകുന്നത്? വേറെ എവിടെങ്കിലും പോകത്തില്ലേ ശുശ്രൂഷയ്ക്ക്? Why did he choose Galilee? ഇത് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, യേശു ആത്മപൂർണനായി ആത്മാവിനാൽ നടത്തപ്പെട്ടെന്നാണ്. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് കർത്താവിൻ്റെ മേൽ വന്നു. ആൻഡ് ഹീസ് ഫുൾ. ആത്മപൂർണ്ണൻ എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രിതനാണ്. ആത്മനിയന്ത്രണത്തിൻ്റെ ഒരു മാർക്കാണ് ആത്മാവ് നടത്തുക. ആത്മാവിനാൽ നടത്തപ്പെട്ടത് കൊണ്ടാണ് ഗാലിലയിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരാൾ പറയുകയാണ്, എന്നെ ആത്മാവ് നടത്തുന്നു. ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം. വചനവിരുദ്ധമായത് ആത്മാവിനാലല്ല. യേശു ഇവിടെ ആത്മാവിനാൽ നടത്തപ്പെടുന്നു. അത് പ്രവചനത്തിന്റെ നിവൃത്തിയുടെ ആകുകയാണ്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1-2 വാക്യത്തിന്റെ നിവൃത്തിയാണ് യേശു ഗാലിലയിലേക്ക് പോകുന്നത്. ഇത് ശരിക്കും വളരെ ബ്യൂട്ടിഫുള്ളായി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ യെശയ്യാ പ്രവചനത്തിലെ ആ ടെക്സ്റ്റ് അതുപോലെ തന്നെ മാത്യു കോട്ട് ചെയ്തിട്ടുണ്ട്. ആത്മാവിനാൽ നടത്തി, ആത്മാവ് എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ വായി വരുന്ന എന്തേലും പറയുന്നതോ മനസ്സിൽ തോന്നി എന്തേലും അല്ല. തിരുവെഴുത്തുകൾ മെഷറിംഗ് റോഡാണ്. Jesus was led by the Holy Spirit in conformity to the Word of God. It was in fulfillment of the prophecy of Isaiah. 1700-800 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ചത് നിവൃത്തിയാകേണ്ടതിന് ആത്മാവ് ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ ഗലീലയിലേക്ക് നടത്തുകയാണ്. Praise the Lord. എന്തിനാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് യേശുവിലാണ് ശുശ്രൂഷകരുടെ പെർഫെക്റ്റ് പാറ്റേൺ നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇൻ ദ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ബീങ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് ഞാൻ ഇതിവിടെ പ്രസംഗിക്കണമെങ്കിൽ ഐ മസ്റ്റ് സീക്ക് ദ ഫേസ് ഓഫ് ഗോഡ്. അല്ലാതെ നമുക്കിന്നൊന്ന് തട്ടിയേക്കാം. തട്ടലല്ലിത്. എല്ലാ ശുശ്രൂഷകളും മുൻപന്തിയിൽ നിൽക്കുന്നവരാകട്ടെ, പിൻപന്തിയിൽ നിന്ന് സഹായിക്കുന്നവരാകട്ടെ, അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായ കാര്യമാകട്ടെ, എല്ലാം യേശുവിന്റെ പാറ്റേൺ ആണ്. അവിടുന്ന് നിരന്തരമായി ആത്മാവിൽ ആശ്രയിച്ച് ആത്മാവിന്റെ ശാക്തീകരണമാണ് നിരന്തരമായി നാം കാണുന്നത്. അങ്ങനെ മാത്രമേ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ തൃപ്തികരമായി പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. യേശുവിന്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയെ ക്രോഡീകരിച്ച് ഒറ്റ വാക്യത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് പറയുന്നത് നമ്മൾ വായിച്ചിട്ടില്ലേ? അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യം. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കുകയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. He was anointed by the Holy Spirit. All the ministry, preaching, teaching, healing, casting out demons, everything. ശ്രദ്ധിച്ച് കേൾക്കണം. There is no plan B. ഇങ്ങനല്ലേൽ ശുശ്രൂഷ ഇല്ല. ഇതാണ് മോഡൽ.
ഇതാണ് മോഡൽ. ഇന്ന് ദൈവസഭകൾക്ക് പറ്റിയത് അനേക ശുശ്രൂഷകർ ശുശ്രൂഷ ചെയ്യുന്നതും അവർ ജീവിക്കുന്നതും സ്പിരിറ്റ് കൺട്രോളിലല്ല. അതുകൊണ്ട് ഇഷ്ടമുള്ളത് പ്രസംഗിക്കുന്നു, ഇഷ്ടമുള്ളത് ജീവിതത്തിൽ അവർ ചെയ്തെടുക്കുന്നു. നോ, ജീസസിന്റെ ലൈഫ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ഹിസ് മിനിസ്ട്രി കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ പാറ്റേൺ ആയി നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. ഒന്നിനും എടുത്തിയാടണ്ട, ഇംപേഷ്യന്റ് ആകണ്ട. നാളത്തെ മീറ്റിംഗ്, നാളെ മീറ്റിംഗ് ഇല്ലല്ലോ, എന്താ നീ ഇരുന്ന് പ്രാർത്ഥിക്കടേ. യോഗം കൂടുമ്പോൾ അന്യഭാഷ പറയാൻ മാത്രമല്ല സ്പിരിറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മാവിന്റെ മുഴുവൻ നിയന്ത്രണത്തിന് കൊടുത്തിട്ടുണ്ടോ? Totally you are available to the Holy Spirit. Every thought, every word, every sight, എല്ലാം കൺട്രോൾ. അതാണ് ശുശ്രൂഷ, അതാണ് ലൈഫ്, അതാണ് ജീസസിന്റെ പ്രാക്ടീസ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ ആത്മനിറവിൻ ജീവിതമല്ലെങ്കിൽ നമ്മൾ ജഡത്തിൽ കയറി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ശ്രദ്ധിക്കണം, ചെയ്യുമ്പോഴും ചിലത് മനുഷ്യർ അപ്രീഷിയേറ്റ് ചെയ്യും. ദൈവത്തിന്റെ മുൻപാകെ ദോസ് ആർ ഫിൽത്തി റാഗ്സ്. How much we need the Holy Spirit, my dear brothers and sisters. Ultimately നമുക്ക് പറ്റാൻ പോകുന്നത് ആത്മാവിലല്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും and we will collapse. We will fail in our Christian life and in Christian ministry. Spirit, the Holy Spirit. എന്തിനാ നമ്മൾ അല്ലാതെ പോകുന്നത്? ആത്മാവ് ഉണ്ടല്ലോ. ദൈവം നമുക്ക് ധാരാളമായി ആത്മാവിനെ തരാൻ മതിയായവനാണല്ലോ. ഒരു കാര്യം ഇവിടെ എടുത്തു പറയാം. കർത്താവിന്റെ മേൽ ആത്മാവ് അളവ് കൂടാതെയായിരുന്നു. He was sinless. നമ്മുടെ മേൽ അങ്ങനെയല്ല. But yet Spirit filled every day. Praise the Lord. അതാണ് ശുശ്രൂഷ, അതാണ് ജീവിതം. അങ്ങനെയുള്ളവർക്കാണ് ശുശ്രൂഷ. എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. ആത്മനിയന്ത്രണം അല്ലെങ്കിൽ യു ജസ്റ്റ് cannot fulfill what God has put you into. തൃപ്തികരമായി ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ചോദിക്കാം, നിങ്ങൾ എന്ത് ചെയ്തു കർത്താവിന് വേണ്ടി? പ്ലീസ് ആൻസർ യുവർ സെൽഫ്. കുറെ വാചകം അടിച്ചു. ഒരാളിനെ, just one person to the Lord. Why? ഒരുപാട് കമന്റുകൾ പറഞ്ഞു. അത് ശരിയാ, അത് ശരിയാ. നിങ്ങളുടെ ശരിയുടെ ഒപ്പ് വേണോ? എന്ത് ചെയ്തു ദൈവരാജ്യത്തിന് വേണ്ടി? എന്ത് ചെയ്തു? 20 വർഷമായി എൻ്റെ അച്ചാച്ചോ എന്ത് ചെയ്തു? What do you lack? Spirit empowerment. ആത്മാവിന്റെ ശാക്തീകരണം. അല്ലെങ്കിൽ we are useless in ourselves. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, എന്നെ ആത്മാവിൽ നിറയ്ക്കണേ, എന്നെ ആത്മാവിൽ നിറയ്ക്കണമേ, ആത്മാവിൽ നിറയ്ക്കണമേ. എൻ്റെ ചിന്തകൾ, എൻ്റെ സംസാരം എല്ലാം ആത്മാവിൽ നിറയാണേ ഉണ്ടല്ലോ, അവൻ ചർച്ചിന് വേണ്ടി നിൽക്കും. അതെന്താണ്? ഇത് ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭയിൽ നിന്ന് നമ്മളെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ദുർശക്തികളുടെ വ്യാപാരങ്ങൾ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഓർക്കണം, ഇത് വേറെയാ, ഇത് സംഭവം വേറെയാ, അവിടെ മാറ്റിവെക്കണം.
ആ വാക്യം നിങ്ങൾ നോക്കിക്കേ. യേശു ഗലീലയിൽ ചെന്നു, എന്നിട്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ഇവിടെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പരിഭാഷയിൽ ദ ഗുഡ് ന്യൂസ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ഒന്നാമത്തെ വാക്യം മർക്കോസിന്റെ സുവിശേഷം 1:1 ദ ഗുഡ് ന്യൂസ് ഓഫ് ഗോഡ്, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണാം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. 14-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ ദ ഗുഡ് ന്യൂസ് ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്നുള്ളത് ദ ഗുഡ് ന്യൂസ് ഓഫ് ഗോഡ്. മലയാളം തർജ്ജിമ തെറ്റാണെന്നൊന്നുമല്ല പറയുന്നത്. ഈ ഗുഡ് ന്യൂസ് ഓഫ് ഗോഡ് ആണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അടുത്ത ഒരു ചിന്ത, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഒന്നുകൂടെ പറ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. പ്രസംഗമൊന്നുമല്ല നമുക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ. പിന്നെന്തോ വേണം? അഭിഷേകം വേണം ബ്രദറെ. എൻ്റെ ബ്രദറെ, അഭിഷേകമുള്ള ക്രിസ്തുവാണ് പോയി പ്രസംഗിച്ചത്. മനസ്സിലാക്കണം ഇത്. അവരും ഏതേലും പറഞ്ഞു കഴിഞ്ഞാൽ പോയി കൈ ഇങ്ങനെ അടിച്ച് താളം തെറ്റിക്കുന്നതല്ല ആത്മീയത. വേദപുസ്തകം മനസ്സിലാക്കുക. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ അവിടുന്ന് സ്നാനമേറ്റു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ he was anointed by the Holy Spirit. യഹൂദിയയിൽ ശുശ്രൂഷിച്ചു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഗാലിലയിൽ പോയി. ഗാലിലയിൽ what did he do? ദൈവരാജ്യം പ്രസംഗിച്ചു. ആത്മനിറവുള്ളവൻ, അഭിഷേകമുള്ളവൻ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ ദൈവത്തിന്റെ വചനം preach. അല്ല, വലിയ പുള്ളി പറഞ്ഞു ഇപ്പൊ നമുക്ക് പ്രസംഗമല്ല വേണ്ടത്. പിന്നെന്ത് വേണം? പിന്നെന്താണ് നമുക്ക് വേണ്ടത്? പ്രസംഗം. ദൈവവചനമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ വചനത്തിന്റെ കേൾവിയാൽ മാത്രമേ ആളുകൾ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ ഹൃദയത്തിൽ എഴുതി വെക്കണം. പ്രസംഗിച്ചു. മത്തായി 4:23 നോക്കിക്കേ, കർത്താവിന്റെ പബ്ലിക് മിനിസ്ട്രിയുടെ 3 ആസ്പെക്റ്റുകൾ. പിന്നെ യേശു ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ 1 ഉപദേശിക്കുകയും, 2 രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും, 3 ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. 3 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. മത്തായി നോയിക്ക് അതിന്റെ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നമ്പർ 1 ടീച്ചിങ് ദ വേർഡ്. മനസ്സിലായോ? ദൈവവചനം പഠിപ്പിക്കുക. 2 പ്രസംഗിക്കുന്നു. പിന്നീട് ഹീലിംഗ്. മെയിൻ ഫോക്കസ് ടീച്ചിങ്. ധാരാളമായി നമുക്കത് കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ വില നമുക്കറിയില്ല. നാട്ടിലൊക്കെ വല്ലപ്പോഴും ഒന്ന് പോണം. And you will find out how this church has become a blessing to multitudes. ദൈവരാജ്യം പ്രസംഗിച്ചു. പ്രസംഗിക്കുക എന്ന വാക്ക് കെറൂസോ എന്ന പദപ്രയോഗത്തിൽ നിന്ന് അർത്ഥമാക്കുന്നത് പ്രൊക്ലമേഷൻ, ഹെറാൾഡിങ് എന്ന് പറഞ്ഞാൽ രാജാവിന്റെ അതിപ്രധാനമായ ദൂത് വിളംബരം ചെയ്യുക. അതാണ് അഭിഷക്തൻ ചെയ്തത്. ഇതിനു വേണ്ടിയാണ് ഹോളി സ്പിരിറ്റ് നമ്മുടെ മേൽ വരുന്നത്. രാജാവിന്റെ നിത്യമായ രക്ഷിക്കുന്ന സന്ദേശത്തെ നാടെങ്ങും നടന്ന് വിളംബരം ചെയ്യണം. സഭയായി നമ്മളതാണ് ചെയ്യേണ്ടത്. വ്യക്തികളായി നമ്മളതാണ് ചെയ്യേണ്ടത്. പുൾപിറ്റില്ല അല്ലേ? പുൾപിറ്റില്ലെങ്കിൽ എന്നാ? എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഒരു സ്ത്രീ എനിക്ക് ലോട്ടറി കൊണ്ടുവന്നു. ലോട്ടറി. ഒരു വുമൻ, മേ ബി 60 years, എന്നോട് കണ്ണുനീരോട് പറഞ്ഞു, എൻ്റെ കൊച്ചുമകൾക്ക് പ്രശ്നമാണ്, അതിനുവേണ്ടിയാണ് ഞാനിത് വിൽക്കുന്നത്. ബൈ എ ടിക്കറ്റ് പ്ലീസ്. ഒരു ടിക്കറ്റ് മേടിക്കാമോ? ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് വേണ്ട, ബട്ട് ഐ വിൽ ഗിവ് യു മണി. ടിക്കറ്റ് വേണ്ട. ജോളിയായി പൈസ ഹാൻഡിൽ ചെയ്യുന്ന അവളോട് ഞാൻ പറഞ്ഞു, ഒരു ചെറിയ തുക കൊടുക്കാൻ. അവൾ പേഴ്സിനകത്ത് നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ആ സ്ത്രീയോട് സുവിശേഷം പറഞ്ഞു. ഐ ഡോണ്ട് നീഡ് ദ പുൾപിറ്റ്.
ഞാൻ ആ സഹോദരിയോട് സുവിശേഷം പറഞ്ഞു. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലെന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ ഞാൻ ആ സഹോദരിക്ക് കൈമാറി. ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള സഹോദരി ആകാനാണ് സാധ്യത. എന്നോട് പറഞ്ഞു, ഈശോ മശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. You don't need a pulpit. Anointed ആണോ? Preach. രാജ്യത്തിന്റെ സുവിശേഷം. ഗുജറാത്തിൽ ചെന്നപ്പോൾ they gave me a pulpit. I preached. പക്ഷേ it's not necessary. ഇത് നെസസറി അല്ല. On the flight, ഗുജറാത്തി പെൺകുട്ടി എൻ്റെ അടുത്ത് ഇരിക്കുക. അപ്പൊ ഇച്ചിരി ഹിന്ദിയിലൂടെ പുറത്തെടുത്ത് ഞാൻ. അവൾ ഇങ്ങോട്ട് തുടങ്ങി. ആദ്യത്തെ 1-2 വാക്കുകളൊക്കെ പറഞ്ഞ് എന്നോട് ചോദിച്ചു, ഘുംനെ ജാറ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ നാട് കാണാൻ പോവാണോ, സൈറ്റ് സീയിങ്. അത് അവൾ ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. കാരണം അവളും അവിടെ വേണ്ടപ്പെട്ടവരും എല്ലാം കൂടെ നാട്ടിൽ സൈറ്റ് സീയിങ്ങിന് വന്നേച്ച് തിരിച്ചു പോവുകയാണ്. അത് എന്നോട് ചോദിച്ചു, എവിടെ പോവാന്ന്? ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ചോദിച്ചു, ഘുംനെ ജാറ. ഞാൻ പറഞ്ഞ മറുപടി ഇതാ, നെയ് ഘുംനെ നെയ് ജാറാ ഹൂം, പ്രചാർ കർനെ ജാറാ ഹൂം. അപ്പോൾ അവൾ ചോദിച്ചു, അതെന്തുവാ? പ്രസംഗിക്കാൻ പോവാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ അവളോട് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞു, ഉധർ बहुत सारे खलीसा है, सब लोग इकट्ठा आ जाएगा और मैं प्रीच करेगा, प्रचार करेगा. അപ്പം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര മിടിക്കുകളാണ് കേട്ടോ. എന്നോട് പറഞ്ഞു, ഒത്തിരി ദൈവങ്ങളൊക്കെ ഇല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല പോലെ ഒരു ദൈവമേ ഉള്ളൂ. കാരണം ഒരുപാട് ദൈവങ്ങൾ വന്നാൽ എല്ലാം കൂടെ കൂട്ടക്കലാശമായി വലിയ പ്രശ്നമാകും. അപ്പോൾ പറഞ്ഞു, അവളെ പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി ഏതാ ആ ആർഗ്യുമെന്റ് ശരിയാകത്തില്ല. അപ്പോൾ പറഞ്ഞു, ഒരു ദൈവമാണ്, പക്ഷെ പല നാമങ്ങളിലില്ലയോ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, നമ്മൾക്ക് പാപികളാ മോനെ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരം ഇതെല്ലാം നമ്മൾ പാപമംഗലമായ ജീവിതമാണ്. ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായിട്ടാണ് അയച്ചത്. ഐ ടോൾഡ് എ സിമ്പിൾ ഗോസ്പൽ. എന്നോട് പിന്നീട് ജോളി പറഞ്ഞു, ഞാൻ കണ്ടില്ല. ഞാനവിടെ സംഭാഷണം ഇതെല്ലാം പറഞ്ഞ് എങ്ങനെയൊക്കെയാണ് രക്ഷയുടെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ സൗഹൃദമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ജോളി എന്നോട് പറഞ്ഞ ആ കുട്ടി കണ്ണ് നിറയുന്നത് കണ്ടത്. ഐ ഡോണ്ട് നീഡ് എ പുൾപിറ്റ്. ഐ ഡോണ്ട് നീഡ് എ പുൾപിറ്റ്. Anointed to preach. ഇങ്ങോട്ട് വന്നപ്പം അതിച്ചിരി എന്താ വേറെ ഒരു തലത്തിലുള്ള യൗവനക്കാരി എന്ന് വെച്ചാൽ ആ മട്ടും ആ ഭാവവും എല്ലാം. അവൾ ചോദിച്ചു, അവൾ പറഞ്ഞു, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇങ്ങനെ അങ്ങ് എറണാകുളവും ഗുജറാത്തും നമ്മൾ ഇങ്ങനെ ഷട്ടിൽ ചെയ്യണം, മറ്റേതാണ് മറിച്ചതാണ്. ഞാൻ ഇവിടെ എപ്പോഴും വരുമ്പോൾ സൈറ്റ് സീയിങ്ങിന് ഒരു സ്ഥലമുണ്ടോ എന്നാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനു പോയതാ? ഞങ്ങൾ പ്രസംഗിക്കാൻ പോയതാ. ഐ എം എ പ്രീച്ചർ ഓഫ് ദ ഗോസ്പൽ. അതിനപ്പുറത്ത് തൊഴിലുണ്ടോ? മഹാരാജാവിന്റെ സന്ദേശം. അതിനാണ് ദൈവം അഭിഷേകം ചെയ്യുന്നത് പ്രിയരെ. അതിനാണ് അഭിഷേകം ചെയ്യുന്നത്. Praise the Lord. This morning I preach here. Tonight in Muscat my son will preach. Mundottakkal we will preach. അതിനാണ് അഭിഷേകം. Praise the Lord. ഞാൻ അവിടെ ചെന്ന് മറ്റൊരു മോളോട് ഞാൻ സുവിശേഷം പറഞ്ഞു. These youngsters are highly intelligent. ഭയങ്കര തലമണ്ടയാണ്. അപ്പം ഞാൻ 1-2 പ്രാവശ്യം അവളോട് പേഴ്സണലി ഒക്കെ പറഞ്ഞു. ഷീ അഗ്രി, ഷീ ഈസ് എ നൈസ് കിഡ്. ഓക്കെ. പക്ഷെ ലാസ്റ്റ് ദിവസം ഐ പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. യോഗം കഴിഞ്ഞ് ഉടനെ അവൾ ഓടി എൻ്റെ അടുത്ത് വന്നു. പാസ്റ്റർ, പ്രേ ഫോർ മീ. ഐ ഗേവ് മൈ ലൈഫ് ടു ക്രൈസ്റ്റ്. ഐ പ്രേഡ് ഫോർ ഹർ. എനിക്ക് പുൾപിറ്റ് ഉണ്ടെങ്കിലൊക്കെ, പുൾപിറ്റ് ഇല്ലെങ്കിൽ വിഷയമല്ല. ഞങ്ങൾക്ക് പുൾപിറ്റില്ല പാസ്റ്റർ, എവിടെയാ ഒന്ന് പ്രസംഗിക്കുന്നത്? കാണുന്നവരോടെല്ലാം കേൾക്കുന്നവരോടെല്ലാം മഹാരാജാവിന്റെ സന്ദേശം. ആ സന്ദേശത്തിന് മാറ്റമില്ല. ഭാരതത്തിലെ സന്ദേശത്തിന് മാറ്റമില്ല. യൂറോപ്പിൽ പോയാൽ മാറ്റമില്ല. അമേരിക്കയിൽ പോയാൽ മാറ്റമില്ല. There is only one message.
അല്ലാതെ നമ്മള് പരസ്യയോഗത്തിന് പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും കടഭാരം മാറും. ഇതല്ല സന്ദേശം. യേശു 15-ാം വാക്യത്തിൽ പറഞ്ഞതെന്താ? ഞാൻ എല്ലാവരെയും സൗഖ്യമാകാൻ നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ വരാനാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദാറ്റ്സ് ദ മെസ്സേജ്. മറ്റേതെല്ലാം ചുമ്മാതാണ്. അതെന്താ പിന്നെ മറ്റേ പ്രസംഗിക്കാത്ത? തല്ലുകൊള്ളും. അതുകൊണ്ട് പിന്നെന്താണ്? പൻ മസാല, പുരി മസാല, അതൊന്നും പറ്റത്തില്ല. അതൊന്നും വരുത്. എന്നിട്ട് അവസാനം യേശു നിങ്ങളെ എല്ലാം വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. What message is that? Praise the Lord. There is only one message. Jesus, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ പോയ സ്ഥലം ഭയങ്കര ഹോസ്റ്റൈലാണ്. തപ്പി നടക്കുകയാണ് ആളുകൾ. അങ്ങനെ ഒരു പശ്ചാത്തലമാണ്. ഇവിടെയും അത്ര ആയിട്ടില്ലെന്നേ ഉള്ളൂ, പ്രതികൂലമുണ്ട്. ഇതിനേക്കാൾ ഭയാനകമായിരുന്നു യേശു കർത്താവിൻ്റെ സമയത്ത്. What he preached. രാജാവിൻ്റെ സന്ദേശത്തിന് ഒരു നിലയിലും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ എന്തോ അജണ്ടയുണ്ട്. പ്രസംഗിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം വിളംബരം ചെയ്യുക. യേശു ഒരു പ്രസംഗകനായിരുന്നു. അവിടുന്നാണ് ദൈവത്തിൻ്റെ ഭരണം, അതായത് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അവിടുന്ന് കൊണ്ടുവന്നത്. ശരിക്കും ആ കാലഘട്ടത്തിൽ അത് എല്ലാവരും കൈയടിക്കുന്ന സന്ദേശമല്ല. കാരണം ഒരു രാഷ്ട്രീയ രാജ്യം സ്ഥാപനമാണ് അവരുടെ മനസ്സിൽ അവർ ചിന്തിച്ചിരിക്കുന്നത്. അവരുടെ പ്രതീക്ഷയ്ക്ക് വളരെ വിപരീതമായിട്ടാണ് യേശു സ്നേഹത്തിൻ്റെ രാജ്യം, കൃപയുടെ രാജ്യം, താഴ്മയുടെ രാജ്യം, അതും യഹൂദന് മാത്രമല്ല, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന സകല ആളുകൾക്കും. അവര് വിഭാവന ചെയ്ത ഒരു ദൈവരാജ്യമല്ല യേശു കൊണ്ടുവന്നത്. അവരക്ഷരിക രാജ്യമാണ്. He was a preacher of the gospel. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ദൈവദാസൻ എഴുതിയത് നിങ്ങളെ സഹായിക്കാൻ ഞാൻ അതുപോലെ വായിക്കാൻ പോവുകയാണ്. തർജ്ജമയുണ്ടോ പാസ്റ്ററെ? പിന്നെ Jesus was a preacher who did wonderful miracles, not a miracle worker who sometimes preached. ഭയങ്കര അർത്ഥവത്തായ കാര്യമാണ്. യേശു പ്രാഥമികമായി ഒരു പ്രസംഗിയായിരുന്നു. എന്നാൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തു. അല്ലാതെ യേശു ചിലപ്പോൾ മാത്രം പ്രസംഗിക്കുന്ന ഒരു അത്ഭുതക്കാരനല്ലായിരുന്നു. പ്രധാനമായി പ്രസംഗിയായിരുന്നു. അവിടുന്ന് അത്ഭുതം ചെയ്തു. അല്ല അത്ഭുതക്കാരൻ വല്ലപ്പോഴും പ്രസംഗിക്കുന്ന, അങ്ങനെ ഇപ്പൊ പലരും അവതരിപ്പിക്കുന്നു. He was a preacher. ശ്രദ്ധിക്കുക, ഇന്നും പിതാവാം ദൈവം ലോകത്തെ രക്ഷിക്കുവാൻ അവിടുത്തെ സ്ട്രാറ്റജി മാറ്റിയിട്ടില്ല. He still wants preachers. ഇത് മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് ഇവിടെയുള്ള ഒരു ഒറ്റ പ്രസംഗി അയവ് വരുത്തരുത്. അത് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു, പിന്നെ കാലഘട്ടം മാറിയ, അങ്ങനെയൊന്നും അല്ല. പിതാവ് പുത്രനെ അയച്ചു, അവിടുന്ന് പ്രസംഗിച്ചു. ഇന്നും സ്ട്രാറ്റജി മാറിയിട്ടില്ല. ലോകത്തെ രക്ഷിക്കാനായി പിതാവാം ദൈവം പ്രസംഗത്തിലൂടെയാണ്, വചന ശുശ്രൂഷയിലൂടെയാണ്. Preaching is still the means that God has ordained. ഇന്നത്തെ ശുശ്രൂഷകർക്കും വിഷയം മാറിയിട്ടില്ല. അതേ വിഷയം തന്നെയാണ് പ്രസംഗിക്കാനുള്ളത്. വിശ്വസ്തരായ ആളുകൾ അത് തന്നെ പ്രസംഗിക്കും. ഉറക്കം വരുന്നോ? യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെന്ത് വേണം? ചാടുവീൻ ചാടുവീൻ, മറിയുവീൻ മറിയുവീൻ. സ്തോത്രം. യേശു ഇതെല്ലാം പ്രസംഗിച്ചു.
ഏ ഏ ഒരു കാര്യം പറഞ്ഞ് ഞാൻ തൽക്കാലം നിർത്താം. നമുക്ക് കാരണം 15-ാം വാക്യം നമുക്ക് ഒക്കത്തില്ല. ശരിക്കും എൻ്റെ ഒറിജിനൽ പ്ലാനിൽ നമുക്കിന്ന് പാട്ട് വേണ്ട, ആദ്യം മുതൽ 2 മണിക്കൂർ അങ്ങ് പറയണമെന്നായിരുന്നു. പക്ഷേ അത് സാങ്കേതിക തടസ്സങ്ങളാൽ നടന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ നിർത്തിയിട്ട് അടുത്ത ആഴ്ച വിൽ കണ്ടിന്യൂ. പ്രൈസ് ദി ലോർഡ്. പല പ്രസംഗങ്ങളും പ്രിയരെ പ്രസംഗങ്ങളല്ല. ചുമ്മാതെ എന്തെങ്കിലും വായി വരുന്നത് പറയുന്നത് പ്രസംഗമല്ല. നമുക്കൊരു മാതൃകയുണ്ടല്ലോ. അല്ല, ഇത് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് പുതിയൊരു വെളിപ്പാട്, അങ്ങനെ പുതിയതൊന്നുമില്ല. എല്ലാ വെളിപ്പാടും പഴയതാണ്, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. യേശുവിൻ്റെ മേൽ ആത്മാവ് വന്നു, ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് ഇവിടെ ഗലീലയിലേക്ക്, കാരണം യഹൂദയിലുള്ള ശുശ്രൂഷ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ആത്മാവിനാൽ നടന്നത്. ഓക്കെ, ആത്മാവ് എന്ത് ചെയ്തു? പ്രീച്ചിങ്. നസ്രയത്തിലെ പള്ളിയിൽ കയറി പറയുകയാണ്, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് നിങ്ങളോട് സത്വർത്താനം പറയാൻ, കുരുട്ടുകണ്ണുകൾ തുറക്കാൻ, ബദ്ധന്മാരെ വിടുവിക്കാൻ. ഈ ചർച്ച് ജീവിതത്തിൽ മറന്നു പോകരുത്. യു സ്റ്റാൻഡ് ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. വേറെ ഒരു കാര്യമില്ല. അപ്പൊ പാസ്റ്റർ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നു, പിന്നെ രോഗികൾ വന്ന വി ലേ ഹാൻഡ്സ് ആൻഡ് വി പ്രേ ഫോർ ദ സിക്ക്. ഈ ചർച്ച് അത്ഭുത രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നു. പക്ഷെ ഈ ചർച്ചിനെ ദൈവം ആക്കിയിരിക്കുന്നത് രാജാവിൻ്റെ സദ്വർത്തമാനം വിളംബരം ചെയ്യാനാണ്. വ്യക്തിപരമായി നമ്മൾ കണ്ണിൽ കാണുന്നല്ല. എനിക്ക് പുൾപ്പിറ്റ് വേണം. പുൾപ്പിറ്റ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് ടാബ് വെക്കണം. പുൾപ്പിറ്റ് ഒരിടത്ത് ഞാൻ ചെന്നപ്പം ടാബ് വർക്ക് ചെയ്യുന്നില്ല. എന്ത് ചെയ്യും? കൺവെൻഷനാ. ഞാൻ അവിടെ കുത്തി നോക്കി, ഇവിടെ കുത്തി നോക്കി. വല്ലപ്പോഴും എന്തെങ്കിലും ഇതിനകത്തൊന്നും സംഭവം ഉണ്ടെങ്കിൽ ആൽബി സഹോദരനോടാ, പുള്ളിയില്ല, ഞാനും ഭാര്യയും ഉണ്ട്. ഇത് എവിടെ കുത്തിയിട്ടും സംഗതി നടക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? പുൾപ്പിറ്റ് നിന്ന് ഇതങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് ആ കാര്യം പറഞ്ഞു. ടാവില്ലേലും പ്രചനമില്ല, ഒന്നുമില്ല. enough and we preach. Praise the Lord. തിളയ്ക്കണം നമ്മുടെ ഹൃദയത്തിൽ. ദൈവം നമുക്ക് ആരോഗ്യവും ശബ്ദവും ഊർജം എല്ലാം തന്നിരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. മഹാരാജാവിൻ്റെ വക്താക്കളായി നിന്ന് ദൂത് വിളംബരം ചെയ്യാൻ. ചിലർ നമ്മളെ തിരസ്കരിക്കും, ചിലർ നമ്മളെ വിടക്കുന്നുണ്ടും. പക്ഷെ ധാരാളം ആളുകളുടെ അകത്ത് ജീവന്റെ വിത്ത് കയറി വീഴും. അവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. 14-15 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചിട്ട് നിർത്തിയിട്ട് ദൈവം അനുവദിക്കുന്ന പക്ഷം 15-ാം വാക്യം നമുക്ക് പിന്നീട് നമുക്ക് ചിന്തിക്കാം. വായിക്കാം. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇതുവരെ പ്രസംഗിച്ചിട്ടുണ്ടോ കടപ്പുറയില്? ഞാന് മിണ്ടാതെങ്ങിയിരുന്നു. മാറ്റമുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ വിളംബരം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യം കൂടെ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. മതി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സന്ദേശം വളരെ സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ ദൈവത്തിൻ്റെ ഭരണം ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ, പ്രവേശിക്കണമെങ്കിൽ, യഹൂദന്മാരെ, കേൾവിക്കാരെ, ഈ പോകുന്ന പോക്കിൽ നടക്കത്തില്ല. നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് അബ്രഹാം നിങ്ങൾക്ക് പിതാവായതുകൊണ്ട് നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ദൈവരാജ്യത്തിലാണെന്നാണ്. നോ. നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ന്യായപ്രമാണം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ അത് അനുസരിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങ് ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഭരണത്തിൽ കയറുമെന്നാണ്. നോ. നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ദൈവവുമായിട്ട് ഉടമ്പടിയുടെ പുറത്തെ ചിഹ്നമാകുന്ന പരിച്ഛേദന നിങ്ങൾക്കുള്ളത് കൊണ്ട്
നിങ്ങൾ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലാണെന്ന. നോ. ദൈവത്തിന്റെ ഭരണത്തിൽ കീഴിൽ വരണമെങ്കിൽ നിങ്ങൾ നേരെ തിരിയണം. തിരിഞ്ഞ് സുവിശേഷത്തിൽ, അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യഹൂദനോട് പറഞ്ഞതാ മാനസാന്തരത്തിന്റെ ദൂത്. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ ജനത ചിന്തിച്ചിരുന്നത് അവർ ഓക്കെ ആണെന്നാ. കർത്താവ് ആക്ച്വലി പറയുന്നത് നിങ്ങൾ പോക്കാണെന്നാണ്. അതാ സന്ദേശം. അപ്പൊ അത് അങ്ങനെയൊക്കെ നമ്മൾ പറയാമോ? അതാണ് ദൈവസ്നേഹം. അപകടം അവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അപകടത്തിലാണ്, നിങ്ങളുടെ കുടുംബം അപകടത്തിലാണ്. ഞാൻ നമ്മുടെ ചില കുടുംബങ്ങളിൽ നേരിട്ട് കയറി ചെന്നവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപകടത്തിലാണ് എന്ന്. നമ്മളെ കാണുമ്പോൾ അത്ര ഒരു ഗുമ്മില്ലാത്തത് കൊണ്ട് അവരത്ര എടുത്തില്ല. ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അതാണ് സ്നേഹം. അപകടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. തീരുമാനമെടുക്കേണ്ടത് വ്യക്തിപരമാണ്. പൊങ്ങച്ചം പറഞ്ഞ് യഹൂദനാണ്, പാരമ്പര്യമുണ്ട്, മതത്തിൻ്റെതായിട്ടുള്ള ചിന്തകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. കാര്യം മനസ്സിലാകുമ്പോൾ യു ടേൺ ടു ഗോഡ് ഇൻ റിപ്പൻഡൻസ്. ഞാൻ പെന്തിക്കോസുകാരോട് പറയാം, പെന്തിക്കോസുകാരെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എല്ലാവരും കൂടെ സ്വർഗ്ഗത്തിൽ പോകാൻ പോവെന്ന്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത ഓരൊറ്റ പെന്തിക്കോസുകാരനും ഈ ദൈവരാജ്യ ഭരണത്തിൻ്റെ കീഴിൽ വരികയില്ല. ഓക്കെ, ലെറ്റ്സ് ബി വെരി ക്ലിയർ ഓൺ ദ ഇഷ്യൂ. And the number of unconverted Pentecostals are increasing day by day. ഇവിടെ വന്നിരുത്തി ഇത് കേട്ടോണ്ട് നീ സ്വർഗത്തിലൊന്നും പോകല കുഞ്ഞെ. മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വരും. ഇവിടെ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണെങ്കിൽ നിത്യമായ ഭരണത്തിൻ്റെ കീഴിലും ആകും. ദൈവരാജ്യത്തെ 3 നിലകളിൽ കാണണം. ഇപ്പോൾ ആത്മിക രാജ്യം, ഭാവിയിൽ 1000 ആണ്ട് വാഴ്ചയിലുള്ള അക്ഷരിക രാജ്യം, പിന്നെ നിത്യമായ രാജ്യം. ഞാനിപ്പോൾ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം.